നമുക്കങ്ങ് തുടങ്ങാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യക്ഷമായിട്ടാണ് എനിക്കറിയുന്ന വസ്തുതകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതും എവിഡൻസുകളോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു ആവേശ പ്രസംഗകയല്ല ഞാൻ. ഏതെങ്കിലും ആവേശ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ട് ഓക്കെ സന്തോഷം, ആവേശ കമ്മിറ്റിക്കാർ പറഞ്ഞത് വിശ്വസിച്ച് പെട്ടെന്ന് എടുത്തു ചാടി ഒരു ആവേശത്തിന് മതത്തെ വിമർശിക്കുന്നത് ഒരു ജോലിയായി സ്വീകരിച്ചിട്ടുള്ള ആളുമല്ല ഞാൻ. കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ പരിഭാഷ വായിച്ചിട്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഇന്ന് മനസ്സിലാക്കാൻ അതേ ഉള്ളൂ സാഹചര്യം. എല്ലാവരും ഇപ്പൊ അറബി കോളേജിൽ പോയി അറബി പഠിക്കണം, യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതി അവരുടെ കഴിവും മികവും തെളിയിച്ചിട്ടേ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ ഏതൊരു ആശയത്തെയും നിലപാടുകളെയും വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം വിമർശിക്കേണ്ടതും അവതരിപ്പിക്കേണ്ടതും. അതിനകത്തെ ശരി തെറ്റുകൾ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെയും പതറിപ്പോകില്ല. നമ്മുടെ നിലപാടുകൾക്ക് വ്യത്യാസവും വരില്ല. ഇപ്പൊ ഞാൻ ഒരു ലൈവിൽ വന്നിരുന്നിട്ട് ഒരാളെ പൂര തെറി പറയുന്നു, എനിക്ക് പഠിക്കണോ? ഏതെങ്കിലും വിഷയത്തിൽ ആ രൂപത്തില് ഒരാളുടെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കി അനാവശ്യങ്ങൾ വിളിച്ചു പറയാനും ഇല്ലാ കഥകൾ പറഞ്ഞ് അമിട്ട് പൊട്ടിക്കാനും കുറെ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അവരെ കയറി പിടിച്ച് 4 തെറി പറഞ്ഞാൽ എനിക്ക് കുറച്ച് ആളെ കിട്ടും എന്നുള്ള സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അല്ല ഞാൻ നിങ്ങളുമായിട്ട് ലൈവിൽ സംവദിക്കുന്നത്. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ ആരോടെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് അടിക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ബട്ടൺ നിങ്ങൾ അടിച്ചു പൊട്ടിക്കണം. ഞാൻ അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എനിക്കൊരു പെയ്ഡ് പ്രൊമോഷൻ്റെ ആവശ്യവുമില്ല. ഒരുപാട് വെട്ടുക്കിളി ഫാൻസിനെ സൃഷ്ടിച്ചിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അവരെല്ലാവരും വരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളേ അല്ല. ഇനിയും ഒറ്റ ഫോളോവേഴ്സും ഇല്ലേ. പെട്ടെന്ന് ഒരു ദിവസം ചിന്തിക്കുവാണ് 5,40,000 ഫോളോവേഴ്സും ഒരുമിച്ച് ചിന്തിക്കുന്നു ഞങ്ങൾക്ക് ഇനി മുതൽ ജാമിദയുടെ ചാനൽ വേണ്ട. എന്നാലും ഞാൻ ഇതേ രൂപത്തിൽ തന്നെ എൻ്റെ ആശയങ്ങളുമായിട്ട് നിങ്ങളോടൊപ്പം വരും. താല്പര്യമുള്ളവർ കണ്ടാൽ മതി. ഒരുപാട് പേര് ഇത് കാണണം, ഫോളോ ചെയ്യണം, ഒരു നിർബന്ധവുമില്ല. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് 99% ആളുകൾക്കും ദഹിക്കാത്ത കാര്യങ്ങളാണ്. മതത്തെ വിമർശിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇനിയിപ്പോ ഏത് മതവിശ്വാസിയാണെങ്കിലും ശരി, അവനും ചിന്തിക്കും ഇവരിന്ന് ഇവരുടെ മതത്തെ പറയുന്നു, നാളെ ഇവർ എൻ്റെ മതത്തെയും പറയില്ലേ. അതുകൊണ്ട് മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരും. അപ്പൊ ഞാനൊരു വിശ്വാസിയായിരിക്കുന്ന സമയത്ത് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അവരോട് ഭയങ്കരമായ പകയാണ്, അവരോട് ഭയങ്കരമായ ദേഷ്യം തോന്നും. അതുകൊണ്ട് ഇന്ന് മതവിശ്വാസികൾ എന്നോട് കാണിക്കുന്ന വിരോധം എന്തിൻ്റെ പേരിലാണ് എന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. ബുക്കാരി വന്നു, ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും അവരെ നിയന്ത്രിക്കുന്നത് മതവികാരമാണ്, അതുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ സംസാരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഈ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. അതാ ഞാൻ പറഞ്ഞത്, ആവേശ കമ്മിറ്റിക്കാരുടെ വലയിൽ വീണു പോയിട്ടുള്ള ആളല്ല. ഏതെങ്കിലും ഖുർആൻ ആയത്തുകളോ ഹദീസുകളോ ഒക്കെ കണ്ടിട്ടോ ഏതെങ്കിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വായിച്ചിരിക്കുന്നത് കണ്ടിട്ട് കണ്ണ് മിഴിച്ചു പോയി അങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാം എന്ന് തീരുമാനിച്ച ആളുമല്ല ഞാൻ. ഇത് ഇഴകീറി പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുള്ളത്. എൻ്റെ മതമാണ്, എൻ്റെ മതമാണ്. അപ്പോൾ എൻ്റെ മതത്തെ സംബന്ധിച്ചിട്ടുള്ള ശരി തെറ്റുകൾ പറയാൻ എനിക്ക് ഈ രാജ്യത്ത് ഞാൻ ജനിച്ചു, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അതുകൊണ്ട് എനിക്ക് നൽകുന്ന അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എൻ്റെ മൗലികമായ അവകാശങ്ങൾ. അതിലാണ് എനിക്ക് ജീവിക്കാനുള്ള അവകാശം, എനിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, എൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ, എനിക്ക് എൻ്റെ മതം ഫോളോ ചെയ്യാൻ,
അല്ല, ബീവിക്ക് അങ്ങനെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. ഞാൻ പറയുന്നതിന്റെ ഉത്തരവാദി ഞാനാണ്. നിങ്ങൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് എന്നതിന്റെ ഉത്തരവാദി ഞാനല്ല. എനിക്ക് അഹങ്കാരമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഫോളോ ചെയ്യുന്ന, നിങ്ങൾ ശരിയാണ് എന്ന് കണ്ണടച്ച് അനുധാവനം ചെയ്യുന്ന ഒരു ആശയത്തെക്കുറിച്ച് ഞാൻ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വില്ലേജ് ഓഫീസറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ടീച്ചറുടെ വീഡിയോ കാണാറുണ്ട്, കുറച്ചുകൂടി ടീച്ചർ ഒന്ന് മൈൽഡ് ആകണം എന്ന് പറഞ്ഞു. ശരി, തീർച്ചയായിട്ടും. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു അഡ്വക്കേറ്റിനെ കാണാനിടയായി തൃശ്ശൂർ കോടതിയിൽ വെച്ച്. അപ്പോൾ വക്കീൽ പറഞ്ഞു, സുരേഷ് കുമാർ എന്നോ മറ്റോ ആണ് വക്കീലിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്, ലൈവിലും വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കമൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പല കാര്യങ്ങൾക്കും നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. വഖഫിൻ്റെ വിഷയമൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു എന്നോട്, നിങ്ങളുടെ വീഡിയോ ഇസ്ലാം മതവിശ്വാസികൾ കൂടി കാണണമല്ലോ, അതുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആ പരുഷമായ ഭാഷ ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ശരി, ഞാനത് അഡ്മിറ്റ് ചെയ്തു. കാരണം അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളണം. ശരി, തീർച്ചയായിട്ടും ഞാനത് ശ്രമിക്കാം സർ. കാരണം എനിക്ക് എൻ്റെ ശൈലിയെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂ. എന്നാലും അവരും കൂടി കേൾക്കാൻ വേണ്ടി എന്ന വണ്ണമെങ്കിലും ഞാൻ കുറച്ചുകൂടി പരുക്കൻ ഭാഷകളൊന്ന് മാറ്റിവെച്ച് ഞാനതിനെ ഒന്ന് ശരിയാക്കാൻ ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് ഈ 2 പേരും മസ്റ്റായിട്ടും എൻ്റെ ലൈവ് കാണും എന്നും പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതുകൊണ്ടാണ് ഞാൻ അവർ 2 പേരെയും മെൻഷൻ ചെയ്തത്. പൃഥ്വിരാജ് വന്നോ? ഓക്കെ, പ്രസന്റ് ഇട്ടു. ബുഖാരി മാത്രമേ ഉള്ളൂ. ബുഖാരിക്ക് കുറച്ച് ജോലി ഏറെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇസ്ലാമിനോട് എനിക്ക് എന്തെങ്കിലും തരത്തിൽ വൈരാഗ്യമില്ല, എനിക്ക് ഇസ്ലാമിനോട് പ്രതികാര ചിന്തയുമില്ല. ഒരു മുസ്ലിങ്ങളിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായതിൻ്റെ പ്രതികാരദാഹവുമായി ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ ആളുമല്ല ഞാൻ. ഇസ്ലാം ശരിയാണെങ്കിൽ, അങ്ങനെ ഒരു പടച്ചോനും സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെങ്കിൽ അത് എനിക്കും കൂടി കിട്ടട്ടെ. എനിക്ക് സംഭവിച്ച തെറ്റ് നമുക്ക് ഒരുമിച്ച് നിന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. ഞാനതിന് തയ്യാറാകുന്നുണ്ടല്ലോ. ഓക്കെ, അരുണിന്റെ അഭിപ്രായമാണത്. ഒരിക്കലും എൻ്റെ ശൈലി മാറ്റരുത് എന്ന്. ശരി, തന്നെയുമല്ല, അല്ല, അവരുടെ 2 പേരുടെയും അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാം, സാരമില്ല. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. ഇത് ഇസ്ലാം എന്താണ് എന്ന് ഹാം പറയുന്നത് പോലെ ശരിക്കൊന്ന് പഠിച്ചാൽ, ജസ്റ്റ് നമ്മുടെ മലയാള ഭാഷ, നമ്മൾ മലയാളികളാണ്, നമ്മളുടെ ഭാഷയിൽ ഒരാവർത്തി ഇതിൻ്റെ പരിഭാഷയൊന്ന് വായിച്ചാൽ നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന്, നെല്ലും പതിരും എങ്ങനെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയും. ഞാൻ ചില പ്രഭാഷകന്മാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. എന്നിട്ട് നിങ്ങൾ പറയണം, ഇതാണ് ശരിയായ ഇസ്ലാം. ഇതാണ് ശരിയായ ഇസ്ലാം എങ്കിൽ ഞാൻ ഈ മതത്തെ വിമർശിക്കുന്നതും ഈ മതം ഉപേക്ഷിച്ചതും എത്രയോ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ വിചാരിക്കും ഈ മതപുരോഹിതന്മാർ വെറുതെ പറയുന്നതാണ് എന്ന് ചിന്തിക്കാം. അല്ല, മതപുരോഹിതന്മാരെ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ കുറ്റം പറയരുത്. കാരണം അവരല്ല തെറ്റുകാർ. നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വസ്തുതകളാണ് ഈ മതപുരോഹിതരും വന്ന് നമ്മളോട് പറയുന്നത്. എനിക്കറിയാം, ലൂമിയ, ആയിരക്കണക്കിന് ആളുകൾ എന്നോട് തന്നെ പല വേദികളിലും വെച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ ചില വചനങ്ങൾ ഞങ്ങൾ നോക്കി, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അർത്ഥം, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയാണോ പഠിച്ചവൻ, എനിക്ക് ഈ മതം വേണ്ടാന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എത്രയോ മുസ്ലിം പെൺകുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ടൊരു ജോലി നേടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ വലിച്ചെറിയും ഈ ഹിജാബും ഈ മതവും. ഇപ്പോൾ ഞാൻ ഡിപ്പെൻഡഡ് ആണ്. എനിക്കൊരു ജോലിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നേടിക്കഴിയുമ്പോൾ, ഞാൻ സ്വന്തം കാലിൽ നിൽക്കത്തക്ക രൂപത്തിൽ സ്വയം പര്യാപ്തയാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ മതം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട്, മോളെ, പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടുന്ന ഒന്നല്ല ഇത്. ഇപ്പൊ നമ്മള് ഒരു വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ എത്ര കണ്ട് ആലോചിക്കും.
ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ പോലും എത്ര വാലിഡിറ്റി ഉണ്ട്, എത്ര ഡേറ്റ കിട്ടും, എത്ര കോള് കിട്ടും, അൺലിമിറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ്, ഇതൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നമുക്ക് ഉപയോഗപ്രദമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു മതം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഹോംവർക്കും ഇല്ലാതെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? അപ്പോ നമ്മൾ അതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, മതം തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയണം. ഇനി അതല്ല, നമ്മളൊക്കെ ബയോളജിക്കലി നമുക്ക് ലഭിച്ചതാണ് ഈ മതമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഒന്നറിയാൻ ശ്രമിക്കണം. ഇസ്ലാമിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളുമാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവനുടെ വീടാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോ ആദ്യം ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ. ഷഹാദത്താണ് ഒന്ന്. ഷഹാദത്ത്, അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്. ഇത് നാവ് കൊണ്ട് പറയണം, വെളിവാക്കി ഹൃദയത്തിൽ ഉറപ്പിക്കണം, വിശ്വസിക്കണം. സത്യസാക്ഷ്യവാക്യം, ഇത് സാക്ഷ്യമാണ് നമ്മുടേത്. 2 നമസ്കാരം, 5 നേരത്തെ നമസ്കാരം, 3 സക്കാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്. ഇത് 5ഉം നമ്മൾ ഫോളോ ചെയ്യണം. ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ സംശയം സ്വാഭാവികമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ നൂലാമാലകൾ ഇഴകീറി പരിശോധിച്ചിട്ടാണ് ഈ മതം ഉപേക്ഷിച്ചതെന്ന്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ഈ നിലപാടിനൊരു മാറ്റം വരില്ല. ഇന്നുവരെ എൻ്റെ ബോധ്യം ശരിയാണ്. നാളെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ എനിക്കിത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെയും കൂടി ബോധ്യപ്പെടുത്തിയിട്ട് എനിക്ക് പിന്തിരിയാൻ പറ്റൂ. ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ കാണാനിടയായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന ആളൊക്കെ മാറ്റി മാറ്റി പറയാൻ തുടങ്ങി, ടീച്ചറിനി എന്നാണ് പോകുന്നത് എന്ന് ചോദിച്ചു. തമാശക്കാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടട്ടെ. ഇപ്പോൾ എൻ്റെ ബോധ്യം അത് ശരിയാണ് എന്നാണല്ലോ. ശരി, അങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരട്ടെ, നമുക്ക് നോക്കാം. അനിൽകുമാറും മീനും വന്നല്ലേ, സ്വാഗതം. അപ്പോ നമുക്ക് ബോധ്യപ്പെടട്ടെ, അല്ലാതെ മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് എന്ത് തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ സാധിച്ചാലും എനിക്കത് വേണ്ട, എനിക്കത് ആവശ്യവുമില്ല. അപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് സത്യസാക്ഷ്യവാക്യം ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി ചൊല്ലിയാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആകൂ എങ്കിൽ ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാർ മുസ്ലിം ആയിരുന്നോ? ഞാൻ എൻ്റെ ഹംസബാക്കവി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിക്കാൻ, ജാമിയ നദവി അറബി കോളേജിലെ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് ഇതാണ്. അപ്പോൾ അദ്ദേഹം തെക്കത്തി എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കി എന്നെ വിടുകയല്ലാതെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. വേറെ ഒരാളും ഒരു ക്ലൂവും തരണ്ട. മുഹമ്മദ് നബിയെ വിശ്വസിച്ചാൽ അല്ലാതെ ഒരാളും മുസ്ലിം ആകില്ല എന്ന് പറയുന്നു. ഇസ്ലാം ആകാതെ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട മതം ഇസ്ലാം ആയതുകൊണ്ട് ആ ഇസ്ലാമിനെ അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിം ആകില്ല എന്ന് പറയുന്നു. അള്ളാഹും അവന്റെ റസൂലും ശരിയാണ് എന്ന് പറഞ്ഞത് അംഗീകരിക്കുകയും തെറ്റാണ് എന്ന് പറഞ്ഞതിനെ നിരാകരിക്കുകയും ചെയ്യാതെ നിങ്ങളിൽ ആരും തന്നെ വിശ്വാസിയാകില്ല എന്നും ഖുർആൻ പറയുന്നു. അത്തരക്കാരോട് യുദ്ധം ചെയ്യാൻ ഇസ്ലാം പറയുന്നു, ഖുർആൻ പറയുന്നു. അങ്ങനെ നോക്കുമ്പോ ഈ മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾ പോലും അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടില്ല. ഈസാ നബി പറഞ്ഞിട്ടില്ല, മൂസാ നബി പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബി പറഞ്ഞിട്ടില്ല, നൂഹ് നബി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊക്കെ നരകത്തിലേക്കാണോ പോകുന്നത്? ആദം നബി മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി വരെ 1.25 ലക്ഷത്തിലോളം പ്രവാചകന്മാരെ അള്ളാഹു ഈ സമുദായത്തിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. എല്ലാ പ്രവാചകന്മാരെയും എല്ലാ സമുദായത്തിലേക്കുമായിട്ട് അള്ളാഹു ഡിവൈഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. വഖാലു റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന സത്യസന്ദേശം നൽകിക്കൊണ്ട് ഇവരിൽ ആരാണ് മുഹമ്മദ് നബിയെ വിശ്വസിച്ചവർ?
ഇവരിൽ ആരെങ്കിലും മുഹമ്മദ് നബി അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? അത് കഴിഞ്ഞിട്ട് വന്ന് ധൈര്യമായിട്ട് തന്തയ്ക്ക് വിളിക്കടാ. ഇവർക്കാകെ നമ്മളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, തെറി പറയുക, ഭീഷണിപ്പെടുത്തുക എന്നതല്ലാതെ വേറെ ഒന്നും ഇവർക്ക് പറയാനില്ല. വേറെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നോക്ക്, ഇപ്പൊ തന്നെ ഒരുപാട് മദ്രസ പൊട്ടന്മാര് വന്നിട്ട് തെറിയല്ലേ പറയുന്നതിൽ വസ്തുതയുണ്ട്. വേറെ ഒന്നും വേണ്ട. മുഹമ്മദ് നബി അല്ലാത്ത മറ്റേതെങ്കിലും ഒരു പ്രവാചകൻ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നീട് എനിക്ക് ഇതിനകത്ത് സംശയം തോന്നിയത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു മതി, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നോർമലായിട്ട് പറഞ്ഞു പോയല്ലോ. ഇനി മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്ന വാചകം കേട്ടോ, വ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനാണ്. മുഹമ്മദിന്റെ കാര്യം വന്നപ്പോൾ അവിടെ തീർച്ചയായും ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് പ്രയോഗിച്ചത്. അള്ളാഹുവിനെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. HR മീഡിയ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ നീ വിളിക്കുന്ന ആളൊന്നുമല്ല. നീ വാ, നേരിട്ടൊരു സംവാദത്തിന് എന്റെ വാപ്പായി പോയി വിളിക്കും, ഇറങ്ങിപ്പോടാ. നോൺസെൻസ്. ഇവിടെ സംവാദം മാസക്കണക്കിന് വെച്ചിട്ട് ഒരുത്തൻ പോലും ഫോൺ ചെയ്യാനോ സംവദിക്കാനോ തയ്യാറാകാതെ ഫോൺ നമ്പർ എല്ലാ ദിവസവും എന്റെ സുഹൃത്തുക്കളെടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.